ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 33ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണുന്നതിന് വേണ്ടി 2 ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു പുതിയ മൂവി എക്സ്പ്ലനേഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂവീസ് താല്പര്യമുള്ളവർ മാത്രം വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആപ്പ് വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടേക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ബീബി ഡോങ്ങിന്റെ മകളോട് പ്രതികാരം വീട്ടാൻ കാത്തിരിക്കുന്ന ടാങ്സാനെയാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ എല്ലാ കാര്യങ്ങളും ബീബി ഡോങ്ങിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ബീബി ഡോങ്ങിന്റെ മകളെയാണ് കാണിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും അതൊക്കെ സിമ്പിൾ ആയിട്ടാണ് ബീബി ഡോങ് എടുത്തത്. തിയാൻഡുവോ സാമ്രാജ്യത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയല്ലോ, അത് തന്നെ ബീബി ഡോങ്ങിന് ധാരാളമായിരുന്നു. പക്ഷേ ടാങ്സാന്റെ മുമ്പിൽ അവൾ തോറ്റുപോകുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് പുച്ഛഭാവത്തോടെ അവളോട് ബീബി ഡോങ് പറയുന്നു. അത് കേട്ട് ബീബി ഡോങ്ങിന്റെ മകൾക്ക് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. കാരണം 20 വർഷത്തിലധികത്തോളം കഷ്ടപ്പെട്ടത് അവളായിരുന്നു. എന്നിട്ടും അതൊക്കെ നിസ്സാരമായിട്ടാണ് ബീബി ഡോങ് കരുതുന്നത്. മാത്രമല്ല ടാങ്സാനോട് തോറ്റു എന്ന് അവൾ സമ്മതിക്കുന്നില്ല. ബീബി ഡോങ്ങിന്റെ എടുത്തുചാട്ടം കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് ബീബി ഡോങ്ങിന്റെ മകൾ പറയുന്നത്. അല്ല എങ്കിൽ സാവധാനത്തിലെല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കിയാനേ എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ കുട്ടികളുടെ പോലെ ഇങ്ങനെ തോറ്റു ജയിച്ചു എന്നിങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ എന്ന് ബീബി ഡോങ് ചോദിക്കുന്നു. മാത്രമല്ല അമ്മയുടെ പേര് വിളിച്ച അമ്മയുടെ ഉടുപ്പിൽ തൂങ്ങി നടക്കുന്ന കുട്ടിയാണോ എന്ന് കൂടി ചോദിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ അതിന് നിങ്ങൾ എന്റെ അമ്മയല്ലല്ലോ എന്നാണ് ബീബി ഡോങ്ങിന്റെ മകൾ പറയുന്നത്. കാരണം ബീബി ഡോങ് അങ്ങനെയായിരുന്നു ബീബി ഡോങ്ങിന്റെ മകളെ വളർത്തിക്കൊണ്ടു വന്നത്. ആ കാര്യങ്ങളെല്ലാം ബീബി ഡോങ്ങിന്റെ മകൾ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നു. ചെറുപ്പത്തിൽ അവൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ തന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് കരഞ്ഞുകൊണ്ട് ബീബി ഡോങ്ങിനോട് ബീബി ഡോങ്ങിന്റെ മകൾ പറഞ്ഞിരുന്നു, നല്ല കുട്ടിയായിട്ട് നല്ല രീതിയിൽ കൾട്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ അമ്മയുടെ കൂടെ തന്നെ നിൽക്കാൻ എന്നെ അനുവദിക്കുമോ എന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ ബീബി ഡോങ് രൂപം മാറ്റാനുള്ള കഴിവ് കൊടുക്കുന്ന സോൾബോൺ അവളുടെ ശരീരത്തിലേക്ക് നിർബന്ധപൂർവ്വം പ്രവേശിപ്പിക്കുകയായിരുന്നു. അവളുടെ ബ്ലഡ് ലൈനിലുള്ളവർക്ക് മാത്രമേ അത് ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ ബീബി ഡോങ്ങിന്റെ മകൾ ഉടനെ തന്നെ മരിച്ചു പോയാനായിരുന്നു. ആ കുട്ടിക്ക് ആ സമയത്തെല്ലാം ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നിരുന്നു. അമ്മയായിരുന്നിട്ട് പോലും ആ കുട്ടിയോട് ഒരു വികാരം പോലും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് തിയാൻഡുവോ സാമ്രാജ്യത്തിലെ ക്രൗൺ പ്രിൻസിന്റെ രൂപത്തിലേക്ക് മാറിയത്. ആ ഇടയ്ക്ക് തന്നെ യഥാർത്ഥ ക്രൗൺ പ്രിൻസ് മരിച്ചിട്ടുമുണ്ടായിരുന്നു. അതെല്ലാം ഓർത്തു പറഞ്ഞുകൊണ്ട് അവസാനം ബീബി ഡോങ്ങിന്റെ മകൾ ഇങ്ങനെ പറയുന്നു, ഈ ലോകത്ത് എനിക്ക് ഫാമിലി ആയിട്ടുള്ളത് എന്റെ ഗ്രാൻഡ് ഫാദർ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ എൽഡേഴ്സ് ഹാളിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് നോക്കാൻ പോവുകയാണ്. ബീബി ഡോങ് അത് കേട്ട് ശരിക്കും ഷോക്കാകുകയും അവളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ബീബി ഡോങ്ങിന്റെ മകൾക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. സ്വന്തം മകളായിരുന്നിട്ട് പോലും ഇത്രയും വർഷക്കാലം അവളെ ബീബി ഡോങ് ഒരു കരുവാക്കുകയായിരുന്നു എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു അവളുടെ തന്നെ ഒരു ആർമി ഉണ്ടാക്കാനും അവളുടെ ശക്തി വർദ്ധിപ്പിക്കാനും അവൾ ശ്രമിച്ചത്. ഒരുപക്ഷെ തിയാൻഡുവോ സാമ്രാജ്യത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മാർഷൽ സോൾ ഹാളിനെതിരെ തന്നെ ബീബി ഡോങ്ങിന്റെ മകള് യുദ്ധം പ്രഖ്യാപിക്കുമായിരുന്നു. അതെന്തായാലും നടക്കാത്തത് കൊണ്ട് തന്നെ ഇനി അവളുടെ പ്രതീക്ഷ എൽഡേഴ്സ് ഹാളിലാണ്. മാർഷൽ സോൾ ഹാളിന്റെ സെന്റർ തന്നെ എൽഡേഴ്സ് ഹാൾ ആണല്ലോ. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എൽഡേഴ്സ് ഹാളിലെ ഫ്ലാമൻസുകൾക്കാണ് കൂടുതൽ അധികാരം. അതെല്ലാം കേട്ട് ബീബി ഡോങ് പറയുകയാണ്, നീ വെറുതെ മനക്കോട്ട കെട്ടുകയാണ്. നിന്റെ ഈ ശക്തി ഉപയോഗിച്ച് നിനക്ക് അതിനൊന്നും സാധിക്കില്ല. വേണമെങ്കിൽ നിന്റെ ഗ്രാൻഡ് ഫാദറിനോട് തന്നെ അത് ചോദിച്ചു നോക്കൂ. അത് കേട്ട് കഴിയുമ്പോൾ ഉത്തരമൊന്നും പറയാതെ ദേഷ്യത്തോടെയായിരുന്നു ബീബി ഡോങ്ങിന്റെ മകൾ അവിടുന്ന് പോയത്. അവൾ പോയതിനു ശേഷം ബീബി ഡോങ് ആകട്ടെ വിങ്ങി വിങ്ങി കരയുന്നു. ഇത്രയൊക്കെ വിഷമം ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അക്കാദമിയാണ് കാണിക്കുന്നത്. അവിടെ റോങ്ങിന്റെ ഫാദറും യൂഷിയും ടാങ്സാനും ഒക്കെ ഉണ്ട്. ബീബി ഡോങ്ങിന്റെ മകളുമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ചാണ് യൂഷി ചോദിക്കുന്നത്. ടാങ്സാൻ പറയുന്നതാകട്ടെ അവൾ വളരെ പവർഫുൾ ആണ്. ശരിക്കും ഭാഗ്യം കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. അവന്റെ സർവ്വശക്തിയും എടുത്തിട്ടാണ് അവളുടെ ഏഞ്ചലിക് ശക്തികളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചത്. വോവിന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് അവസാനം അവളെ പരാജയപ്പെടുത്താനായത് എന്ന് പറയുന്നു. അവളുടെ മാർഷൽ സോളിനെ പറ്റിയൊക്കെ കേട്ട് കഴിയുമ്പോൾ റോങ്ങിന്റെ ഫാദർ പറയുകയാണ്, ക്രൗൺ പ്രിൻസ് ആയിരുന്ന സമയത്ത് ഞാൻ അവൾക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. ആ സമയത്ത് അവരുടെ രാജപരമ്പരയിലുള്ള മാർഷൽ സോൾ ആണല്ലോ അവൾ പ്രയോഗിച്ചത്. യൂഷിയാണ് അതിന് ഉത്തരം പറയുന്നത്. അവളുടെ ഈ ശക്തി ഉപയോഗിച്ച് രൂപം മാറുക മാത്രമല്ല, ശബ്ദവും അതേപോലെ ആക്കാനാകും. മാർഷൽ സോള് പോലും അതേപടി അനുകരിക്കാനാകും. വർഷങ്ങൾക്ക് മുമ്പ് ബീബി ഡോങ് ആയിരുന്നു യൂഷിയോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. അതേപോലത്തെ 6 സോൾ ബോണുകളാണ് ഉള്ളത്. യൂഷി പോലും അന്ന് ആദ്യമായിട്ടായിരുന്നു അതിനെ പറ്റിയൊക്കെ കേട്ടിരുന്നത്. റോങ്ങിന്റെ ഫാദറും അത് കേട്ട് കഴിയുമ്പോൾ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ 6 സോൾ ബോണുകളും ആർജിക്കുകയാണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും പവർഫുൾ ആയിരിക്കും ആ വ്യക്തി. ടാങ്സാനും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ
ബേബി ഡോങ്ങിന് പോലും അവളുടെ മകൾ ഭീഷണിയാകും. ബേബി ഡോങ്ങിനേക്കാളും ഓവർ പവർ ആകാൻ പോലും സാധ്യതയുണ്ട്. ബേബി ഡോങ്ങിന്റെ മകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെയാണ് മാർഷൽ സോൾഹാളെ എല്ലാവരെയും പറഞ്ഞു ധരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ 29 വയസ്സായി കാണും. 20 വർഷത്തോളമാണ് തിയാൻഡുവോ സാമ്രാജ്യത്തിൽ മറഞ്ഞിരുന്നത്. അത് വെച്ച് അവളുടെ സ്കിൽ അളക്കുകയാണെങ്കിൽ 70 ലെവലായി കാണുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ ശരിക്കും ടാലന്റഡ് ആണ് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. പക്ഷെ അവരുടെ കയ്യിലുള്ള ഈ 6 സോൾ ബോണുകളും അബ്സോർബ് ചെയ്യുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ സോൾ ബോൺ അബ്സോർബ് ചെയ്യണമെങ്കിൽ 100ാമത്തെ ലെവൽ വരെയും എത്തണം. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. കാരണം 90 കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓരോ ലെവലും വർദ്ധിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. റോങ്ങിന്റെ ഫാദർ പോലും പറയുന്നത് 100 ലെവലിലുള്ള ആരെയും അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ്. ഉടനെ തന്നെ 100 ലെവലിലുള്ള ഒരാളെ അറിയാമെന്നാണ് ക്യൂബർ അമ്പർ പഗോഡ സെറ്റിലുള്ള ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത വ്യക്തിയാണ് അയാൾ. അദ്ദേഹത്തിന്റെ ഫാദറിനെ ആ ഫൈറ്റിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. 99 ലെവലിന് ശേഷം 30 വർഷത്തോളമായിരുന്നു ആ ലെവലിൽ തന്നെ അദ്ദേഹം തുടർന്നത്. പക്ഷേ എന്നിട്ടും 100 ലെവലിൽ എത്താൻ സാധിച്ചില്ല. അത് ലെവൽ 99ഉം 100ഉം തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അല്ല, 2 വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ടാങ്സാൻ അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ എൽഡേഴ്സ് ഹാളിലെ ഹെഡ് ഫ്ലാമൻ ആണെന്ന് പറയുന്നു. അതായത് ബേബി ഡോങ്ങിന്റെ മകളുടെ ഗ്രാൻഡ് ഫാദർ. ബേബി ഡോങ്ങിന്റെ അമ്മയപ്പനായിട്ട് വരും. നേരത്തെ 100 ലെവലിൽ എത്തി എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ 100 ലെവലിലൊന്നും എത്തിയിട്ടില്ല. പിന്നെ കാണിക്കുന്നത് ബേബി ഡോങ്ങിന്റെ മകൾ ഹെഡ് ഫ്ലാമൻ ആയിട്ടുള്ള തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് വന്ന് തനിക്കും എൽഡേഴ്സ് ഹാളിൽ ചേരണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. കൂടാതെ തന്റെ അമ്മ ചെയ്ത ക്രൂരതകളെ കുറിച്ചും ഒക്കെ പറയുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവളുടെ ഗ്രാൻഡ് ഫാദർ പറയുകയാണ്, ചെറുപ്പത്തിലെ തന്നെ നിന്നെ അങ്ങോട്ട് വിടുന്നതിൽ ഞാനും യോജിച്ചിരുന്നില്ല. പക്ഷേ അവൾ ചെയ്തത് ശരിയായിരുന്നു. അവൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ അത്രയ്ക്ക് എളുപ്പമുള്ള പൊസിഷൻ അല്ല. സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ബേബി ഡോങ്ങിന്റെ മകൾ അപ്പോൾ തനിക്കും അതേപോലെ ആകണം, അതിന് ആദ്യമേ എൽഡേഴ്സ് ഹാളിൽ ചേരണം എന്ന് ആവശ്യപ്പെടുന്നു. ഹെഡ് ഫ്ലാമൻ അപ്പോൾ പറയുന്നത് എൽഡേഴ്സ് ഹാൾ പഴയതുപോലെ അത്രയ്ക്ക് സ്ട്രോങ് ഒന്നുമല്ല, മാർഷൽ സോൾ ഹാളിനാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് എന്നാണ്. ബേബി ഡോങ്ങിന്റെ മകൾ അപ്പോൾ പറയുന്നത് പവർഫുൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ, എൽഡേഴ്സ് ഹാളിനെ താൻ അതേപോലെ ആക്കി തീർക്കുമെന്നാണ്. അവസാനം ഹെഡ് ഫ്ലാമൻ പറയുകയാണ്, എൽഡേഴ്സ് ഹാളിൽ ചേരുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല, നീ അതിന് ക്വാളിഫൈഡ് ആണോ എന്ന് പോലും എനിക്ക് പറയാനാകില്ല. അത് കേട്ട് ബേബി ഡോങ്ങിന്റെ മകൾ പറഞ്ഞു, അതിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഏഞ്ചൽസ് ആർമറിന്റെ 2ാമത്തെ സോൾ ബോൺ ഞാൻ ആർജിക്കാൻ പോവുകയാണ്. അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദർ എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഗ്രാൻഡ് ഫാദർ അവളുടെ കൂടെ നിൽക്കാൻ തയ്യാറാകുന്നു. എങ്കിലും ബേബി ഡോങ് അവളുടെ അമ്മയല്ലേ, അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ദേഷ്യത്തോടെ പറയുകയാണ്, അവരൊരിക്കലും എന്റെ അമ്മയല്ല, ഇനി ആയിരിക്കുകയുമില്ല. എൽഡേഴ്സ് ഹാൾ ആണ് പവർഫുൾ എന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ തിയാൻഡുവോ സാമ്രാജ്യത്തിലെ ചക്രവർത്തി എല്ലാവരെയും അഭിനന്ദിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആദ്യമേ റോങ്ങിന്റെ ഫാദറിനെയും യൂഷിയെയും ഒക്കെ അഭിനന്ദിക്കുന്നു. റോങ്ങിന്റെ ഫാദറിന് വലിയ പദവിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവർക്കിപ്പോൾ രാജസദസ്സിൽ വണങ്ങുകയൊന്നും വേണ്ട, സോൾ മാസ്റ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്യാം, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാം, അങ്ങനെ കുറെ അധികാരങ്ങളൊക്കെ കൊടുക്കുന്നു. ബെങ്ങിനെ ആകട്ടെ അടുത്ത ക്രൗൺ പ്രിൻസ് ആയിട്ട് നിയോഗിക്കുകയും ചെയ്യുന്നു. അവസാനം ചക്രവർത്തി പറയുന്നത് ഇപ്പോഴും ഒന്നും കഴിഞ്ഞിട്ടില്ല, അടുത്ത വലിയ യുദ്ധത്തിന് ഇപ്പോഴേ പ്രിപ്പയർ ആകണം എന്നൊക്കെയാണ്. തിയാൻഡുവോ സാമ്രാജ്യത്തെ ശക്തമാക്കണം, തിയാൻഡുവോ സാമ്രാജ്യം വിജയിക്കണം എന്നിങ്ങനെയൊക്കെ ചക്രവർത്തി ആഹ്വാനം ചെയ്യുന്നു. ആർപ്പ് വിളിയോടെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പിന്നെ ദൂഗുബോയോട് സംസാരിച്ചു പോകുന്ന ടാങ്സാനെ കാണിക്കുന്നു. ബെങ് ഇപ്പോൾ ക്രൗൺ പ്രിൻസ് ആയി, ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ലൈഫ് നയിക്കാമല്ലോ. ദൂഗുബോ അപ്പോൾ ചോദിക്കുകയാണ്, നിന്റെ ക്ലാനിലേക്ക് അപ്പോൾ നീ എന്നെ ക്ഷണിക്കുന്നില്ലേ? ടാങ്സൺ അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ക്ലാനിൽ ചേരാം, പക്ഷേ നിങ്ങൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ ഫ്രീ ആയിട്ട് ഇങ്ങനെ ലോകം ചുറ്റി സഞ്ചരിച്ച് കാണാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന്. ദൂഗുബോ പറയുകയാണ്, ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ വയസ്സായില്ലേ, ശിഷ്ടകാലം താങ്ക്ലാന്റെ ഒപ്പം ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, താമസിക്കാൻ ഒരു സ്ഥലവും ഭക്ഷണവും മാത്രം തന്നാൽ മതി. അങ്ങനെ ദൂഗുബോയും അവരുടെ ക്ലാനിൽ ചേരുകയാണ്. ടാങ്സാനെയും മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ ട്രെയിൻ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലത്തെയാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ടാങ്സാൻ ആണല്ലോ അവരുടെ ഗ്രൂപ്പിൽ പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടാങ്സാന്റെ അഭിപ്രായമാണ് മാഹോങ്ജുൻ ചോദിക്കുന്നത്. ടാങ്സാൻ അത് കേട്ട് പറയുകയാണ്, ബേബി ഡോങ്ങിന്റെ മകൾ ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ കോണ്ടിനെന്റ് മുഴുവനായിട്ടും ഭരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ പവർഫുൾ ആയില്ലെങ്കിൽ ആപത്താണ്, അവളെ നമുക്ക് ഒരിക്കലും തടുക്കാനാകില്ല. സാധാരണ ട്രെയിനിങ് മെത്തേഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സാധിക്കില്ല. ഇതുവരെയും ടാങ്സാന് ഒരു പ്ലാനും
കിട്ടിയിട്ടില്ല. ഐഡിയ എന്തെങ്കിലും കിട്ടിയതിന് ശേഷം മാത്രമേ ടീച്ചേഴ്സിനോട് ഡിസ്കസ് ചെയ്താൽ മതിയെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും ബായ്ചങ്ങും അവളുടെ കൂടെയുള്ള കുറെ ആളുകളും കുറെ ബുക്കുകളുമായിട്ട് അങ്ങോട്ട് വരുന്നു. മാഹോങ്ജൂൺ അത് കണ്ടു കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ എന്തിനാണ് നീ ഇത്ര കഷ്ടപ്പെടുന്നത്, ഞാൻ സഹായിക്കില്ല എന്നൊക്കെ പറയുന്നു. ആ ബുക്കുകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 4 ട്രൈബുകളുടെയും പുരാതന ബുക്കുകളായിരുന്നു. താങ്ക്ലാന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ ഇനി ഒരു ലൈബ്രറി റെഡിയാക്കാനാണ് എൽഡേഴ്സ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ബായ്ചങ് ബുക്കുകളുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ലൈബ്രറി ഒക്കെ റെഡിയാക്കാൻ അവര് കൂടെ സഹായിക്കാമെന്ന് പറയുന്നു. ശേഷം എല്ലാവരും ഒരുമിച്ച് വളരെ വേഗത്തിൽ തന്നെ ലൈബ്രറിയും റെഡിയാക്കുന്നുണ്ട്. അത് അറേഞ്ച് ചെയ്യുന്ന സമയത്താകട്ടെ മാഹോങ്ജുൺ നോവലൊക്കെ വായിച്ച് ഉഴപ്പുന്നുണ്ടായിരുന്നു. ബായ്ചങ് ആണ് ആ സമയത്ത് അവനെ ശകാരിച്ചത്. അതുമാത്രമല്ല ഓരോ ബുക്കുകളും എടുക്കുന്ന സമയത്ത് അവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ട്. റോങ് ഒരു ബുക്കിൽ വായിച്ച ഒരു കാര്യം പറയുന്നു. അതിന് പ്രകാരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ട്രെയിൻ ചെയ്യണം. അതായത് ഇപ്പൊ അവര് ട്രെയിൻ ചെയ്യുന്നത് ലാൻഡിലാണല്ലോ. അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ ട്രെയിൻ ചെയ്യേണ്ടത് വെള്ളത്തിനടിയിലാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് ആ ബുക്കിൽ പറയുന്നത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ടാങ്സാൻ സംസാരിച്ചത്. പക്ഷെ അത് മറ്റൊരു ബുക്കിലെ കണ്ടന്റ് ആയിരുന്നു. ഹെയ്ഷ്യൻ ഐലൻഡ് എന്ന ഒരു ലെജൻഡറി പ്ലേസിനെ കുറിച്ചായിരുന്നു ആ ബുക്കിൽ പരാമർശിച്ചിരുന്നത്. അവിടെയുള്ളവർക്ക് കടലിലെ തിരമാലകളിൽ നിന്ന് പോലും പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. റോങ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിലും ഈ ബുക്കിലെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും ഈ സ്ഥലം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ബായ്ചങ് ആകട്ടെ ആ സ്ഥലത്തിന്റെ മാപ്പ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഉടനെ തന്നെ അവർക്കത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ സ്ഥലം റിയൽ ആണ് എന്ന് മനസ്സിലാകുന്നു. കാരണം അവരാരും ഹെയ്ഷ്യൻ ഐലൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ആ ബുക്കിൽ ഇല്ലായിരുന്നെങ്കിലും അടുത്ത ട്രെയിൻ ചെയ്യാനുള്ള സ്ഥലം അത് തന്നെയായിട്ട് തെരഞ്ഞെടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള ബുക്കുകളൊക്കെ ബായ്ചങ്ങിന്റെ കൂടെ അറേഞ്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്തം മാഹോങ്ജുണിനെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അവിടുന്ന് പോവുകയാണ്. മാഹോങ്ജുണിന് അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ബായ്ചങ്ങിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാമല്ലോ. ബായ്ചങ്ങിന് അതൊന്നും ഇഷ്ടമാകുന്നില്ല. ഇനി അഭിനയിക്കുകയാണോ എന്നറിയില്ല. പിന്നെ കുറെ നേരം കഴിയുമ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് തളർന്നു പോയിട്ട് അവർ രണ്ടുപേരും ഉറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബായ്ചങ് ആകട്ടെ അറിയാതെ മാഹോങ്ജുണിന്റെ തോളിലും ചാരി പോകുന്നു. അത് കണ്ടു കഴിയുമ്പോൾ മാഹോങ്ജുൺ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം അവൻ അവന്റെ കോട്ട് ഊരാൻ പോകുമ്പോഴേക്കും ബായ്ചങ്ങിന്റെ കണ്ണു തുറക്കുന്നു. നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കോട്ട് ഊരാൻ പോവുകയാണ് എന്ന് മാഹോങ്ജുൺ പറഞ്ഞു. പിന്നെ ഒരു അലർച്ച മാത്രമാണ് അവിടെ കേട്ടത്. അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ മാഹോങ്ജുണിന്റെ മുഖത്ത് അടി കിട്ടിയ പാടുകളായിരുന്നു. അതിന്റെ പേരിൽ കൂട്ടുകാർ അവനെ ശരിക്കും കളിയാക്കുന്നുണ്ട്. ബായ്ചങ്ങിനെ ഇങ്ങനെ ഇടിക്കാൻ അറിയാമെങ്കിൽ അവളെ ഒരു വാർ സോൾ മാസ്റ്റർ ആയിട്ട് പോലും കണക്കാക്കാമല്ലോ എന്നൊക്കെ ഓസ്കാർ പറയുന്നു. മാഹോങ്ജുൺ അപ്പോൾ വിഷമത്തോടെ പറയുകയാണ്, അവൾക്ക് തണുക്കണ്ട എന്ന് കരുതി എന്റെ കോട്ട് ഊരി അവളെ ധരിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവൾ അത് തെറ്റിദ്ധരിച്ചു. റോങ് പറയുകയാണ്, എന്തായാലും സംഗതി കൈവിട്ടു പോയിട്ടുണ്ട്. ഇന്നലെ മുഴുവനും അവൾ കരച്ചിലായിരുന്നു. ബായ്ഹെ പോലും ഇക്കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. ടാങ്സാൻ ആണ് ഒരു വിധത്തിൽ നിനക്ക് വേണ്ടി ന്യായീകരണം നടത്തിയത്. എന്നിട്ടും അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. നിനക്ക് കിട്ടിയ അവസരം വെറുതെ നീ കളഞ്ഞു കുടിച്ചല്ലോ. മാഹോങ്ജുൺ അപ്പോൾ വിഷമത്തോടെ പറയുന്നുണ്ട് താൻ അവളെ റിയൽ ആയിട്ട് സ്നേഹിക്കുകയാണെന്ന്. അതെല്ലാം ദൂരെ നിന്ന് കേൾക്കുകയായിരുന്ന ബായ്ഹെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തംസപ്പ് കാണിക്കുന്നു. മാഹോങ്ജുണിനാകട്ടെ അത് കാണുമ്പോൾ സന്തോഷമാകുന്നു. ശേഷം ബായ്ഹെ ബായ്ചങ്ങിനോട് ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ അതൊന്നും തന്നെ ബായ്ചങ്ങിന് ഇഷ്ടമാകുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായത് വെറും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മാത്രമായിരുന്നു എന്നും പറയുന്നു. ബായ്ഹെ അപ്പോൾ ശരിക്കും സംസാരിക്കുന്നത് മാഹോങ്ജുണിന് വേണ്ടിയായിരുന്നു. അവന്റെ പ്രവൃത്തികൾ കണ്ടാലേ അറിയാം അവൻ ജെന്യൂൻ ആയിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അവസാനം പറയുന്നത് ഒന്ന് ട്രൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ്. അത് കേട്ട് ദേഷ്യമാകുന്ന ബായ്ചങ് ഞാൻ അതൊന്നും കെയർ ചെയ്യുന്നില്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല എന്നാണ്. എന്നിട്ടും അവനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യത്തോടെ ബായ്ചങ് പറയുകയാണ്, ഗ്രാൻഡ് ഫാദർ അവന്റെ മാർഷൽ സോൾ കണ്ടിട്ടല്ലേ ഞാൻ അവനെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചത്. അതുവഴി നമ്മുടെ ട്രൈബിനും അവന്റെ ശക്തികൾ കിട്ടുമല്ലോ. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരുപാട് വിഷമത്തോടെ ബായ്ഹെ പറയുകയാണ്, നീ അപ്പോ അങ്ങനെയാണല്ലേ കരുതിയിരിക്കുന്നത്. ശരിയാണ്, അവൻ നിന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവന്റെ ശക്തികൾ നമ്മുടെ ട്രൈബിലേക്കും കിട്ടും. പിന്നെ ആരും നമ്മളെ കളിയാക്കാൻ ധൈര്യപ്പെടില്ല. പക്ഷേ അതിലുപരി എനിക്ക് നിന്റെ സന്തോഷമായിരുന്നു വലുത്. എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാകില്ല. നിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് മാത്രമേ ഞാൻ കെയർ ചെയ്യുന്നുള്ളൂ. അന്ന് നിന്നെ ആനസഖ്യത്തിലുള്ളവർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയാമോ. എന്റെ ജീവൻ കൊടുത്തു പോലും നിന്നെ രക്ഷിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലായിരുന്നില്ല നീ ഉണ്ടായിരുന്നത്. ആ അവസരത്തിൽ സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെയാണ് മാഹോങ്ജുൺ നിന്നെ രക്ഷിക്കാൻ തയ്യാറായത്. അന്ന് എനിക്ക് മനസ്സിലായി അവൻ നിന്നെ ജെന്യൂൻ ആയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന്. അന്ന് മുതൽ ഞാൻ അവനെ നിരീക്ഷിച്ചുമിരുന്നു. അവൻ നല്ലൊരു വ്യക്തിയാണ്. അവൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നത്. നീ അവന്റെ കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. അവന്റെ മാർഷൽ സോളിനെ നീയും ആരാധിച്ചിരുന്നില്ലേ? ഇത്തിരി പൊടിക്ക് അവന്റെ മാർഷൽ സോളിനെ ആരാധിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ബായ്ചങ് സംസാരിക്കുന്നു.
一点儿都不欣赏吗？一点点。 അപ്പോഴേക്കും പുറത്താരുടെയോ അനക്കം കേട്ട് ആരാണതെന്ന് ചോദിക്കുന്നു. ചെന്ന് നോക്കുമ്പോഴാണ് അത് മാഹോങ്ജുൺ ആയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന എല്ലാ കാര്യങ്ങൾക്കും ക്ഷമാപണം നടത്തിക്കൊണ്ടൊരു സമ്മാനവുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് അവൻ അറിയാതെ അകത്ത് അവർ സംസാരിച്ച കാര്യങ്ങളും പറഞ്ഞു പോകുന്നു. അതുവഴി ബായ്ചങ്ങിന് മനസ്സിലാകുന്നു ഇവനെല്ലാം ഒളിച്ചിരുന്ന് കേൾക്കുകയായിരുന്നു എന്ന്. ബാഹ്യ അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കണ്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവസാനമായിരുന്നു എല്ലാം അവൻ നശിപ്പിച്ചത്. സംഗതി അവന്റെ നിഷ്കളങ്കത കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു പോയത്. എനിക്ക് തോന്നിയത് കോമഡിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലവ് സ്റ്റോറി ആയിരുന്നു ഇതെന്നാണ്. ദേഷ്യത്തോടെ അവന്റെ മുമ്പിൽ വാതിലടിച്ച് ബായ്ചങ് അവിടുന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഹേഷ്യൻ ഐലൻഡിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എർലോങ് അവരെ നല്ല രീതിയിൽ അടിക്കുകയും ചകാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഹേഷ്യൻ ഐലൻഡിലേക്ക് പോകുന്നത് മരണത്തിലേക്ക് പോകുന്നത് പോലെയാണ് എന്നാണ് എർലോങ് പറയുന്നത്. പക്ഷേ എന്നിട്ടും പോകണമെന്ന് തന്നെയാണ് ടാങ്സാൻ പറയുന്നത്. അത് കേട്ട് യൂഷി പറയുകയാണ്, നിങ്ങൾ കുട്ടികളല്ല, നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഇടപെടാറുമില്ല, പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഇടപെടും. എടുത്തു ചാടി പ്രവർത്തിച്ച് നിങ്ങൾ മണ്ടത്തരമൊന്നും കാണിക്കരുത്. നെതർ വേൾഡ് സിറ്റി പോലും ഹേഷ്യൻ ഐലൻഡിന്റെ മുമ്പിൽ ഒന്നുമല്ല. നിങ്ങൾക്കറിയാമോ, മാർഷൽ സോൾഹാള് 2000 ആളുകളെ അങ്ങോട്ട് വിട്ടതാണ്. ഉടനെ തന്നെ ബാക്കി കഥ റോങ് പറയുകയാണ്. ബാക്കി തിരിച്ചു വന്നത് 2 ഗ്രാൻഡ് സോൾ മാസ്റ്റർ മാത്രമാണ്. അതിനുശേഷം മാർഷൽ സോൾഹാള് ആ സ്ഥലം പിടിച്ചെടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അത് കേട്ട് യൂഷി പറയുകയാണ്, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്. ശേഷം അവിടെയുള്ള ഓഷ്യൻ സോൾ മാസ്റ്റേഴ്സിനെ കുറിച്ചാണ് യൂഷി സംസാരിക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ കൈ പൊക്കി ഓസ്കാറും മുബായും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു. വെള്ളത്തെയും തിരമാലകളെയും പോലും ശക്തിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. നമ്മുടെ സോൾ സ്കില്ലിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സോൾ സ്കില്ലുകളാണ് അവർക്കുള്ളത്. അതിനെക്കുറിച്ചും അവർക്ക് അറിയാമെന്ന് കേട്ട് കഴിയുമ്പോൾ മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഹേഷ്യൻ ഐലൻഡ് ആണ് ഗ്രാൻഡ് ഓഷ്യൻ ഗോഡ് മാസ്റ്ററിന്റെ വീട്. സാധാരണ ഗ്രാൻഡ് സോൾ മാസ്റ്റർ എന്നൊക്കെ അല്ലേ പറയുന്നത്. ഇത് സോൾ മാസ്റ്റർ അല്ല, ഗോഡ് മാസ്റ്റർ ആണ്. 99 ലെവലിലുള്ള ഒരു സ്ത്രീയാണത്. അവരാണ് ഗോഡ് ഓഫ് ഓഷ്യന് വേണ്ടി അവിടുത്തെ ഓഷ്യൻ പവറുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ ആളുകൾക്കൊന്നും അവിടുത്തെ ഓഷ്യൻ സോൾ മാസ്റ്ററുകളെ ഒന്നും അത്രയ്ക്ക് പെട്ടെന്ന് പരാജയപ്പെടുത്താനാകില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ശരിക്കും സിംഹത്തിന്റെ മടയിലേക്ക് പോകുന്നത് പോലെയാണ്. ഈ ശക്തികളെയൊക്കെ കടന്ന് മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവരെയൊക്കെ നേരിടുകയാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ശക്തിയും പെട്ടെന്ന് വർദ്ധിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോയാൽ ശക്തികൾ പെട്ടെന്ന് വർദ്ധിക്കുമെന്ന് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അവർ ഇപ്പോഴും അങ്ങോട്ട് പോകണമെന്ന് പിടിവാശി പിടിക്കാൻ കാരണം വേറൊന്നുമല്ല. മാർഷൽ സോൾഹാളിനെ പോലെ അവരെ അറ്റാക്ക് ചെയ്യാനല്ല ഇവർ പോകുന്നത്. ഇവർ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. മാത്രമല്ല അവരിപ്പോൾ അങ്ങോട്ട് പോയ അവരുടെ ശക്തി പെട്ടെന്ന് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ മാർഷൽ സോൾഹാൾ ഉടനെ തന്നെ അറ്റാക്ക് ചെയ്ത് യുദ്ധക്കളത്തിൽ വെച്ച് ഇവരെ എല്ലാവരെയും കൊന്നുകളയും. അതിലും ഭേദം ഇതല്ലേ എന്നാണ് ടാങ്സാൻ ഒക്കെ ചോദിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയായിരുന്നു. അവരുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് ശക്തികൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ മാർഷൽ സോൾഹാളിനെ നേരിട്ട് മരിക്കുക. ആദ്യം അവരെ ധിക്കാരികളെന്നൊക്കെ യൂഷിയും എർലോങ്ങും ഒക്കെ വിളിച്ചിരുന്നു. പക്ഷെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നവർക്ക് മനസ്സിലായി. യൂഷിയും അവരെ പോകാൻ അനുവദിച്ചു. പക്ഷെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ചുള്ള അയാളുടെ അറിവ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ അവരുടെ ജീവന്റെ ഉത്തരവാദിത്തം അവരുടെ കരങ്ങളിൽ തന്നെയാണ്. അവസാനം അവർ അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിക്കുന്നു. ടാങ്സൻ അതിനു മുമ്പ് ഹോത്തിയൻ സിറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. മുബായും ഷൂക്കിങ്ങും അവരുടെ ഷിങ്ലോ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയിൽ നിന്ന് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. രാത്രിയാകട്ടെ വു എന്താണ് ഇതുവരെയും എഴുന്നേൽക്കാത്തതെന്ന് ടാങ്സാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബായ്ചങ് രഹസ്യമായിട്ട് അങ്ങോട്ട് വന്ന് ടാങ്സാനോട് അവളെയും കൂടെ കൂട്ടാൻ പറയുന്നു. അവളുടെ ഗ്രാൻഡ് ഫാദർ അവളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കും ഉടനെ തന്നെ പവർഫുൾ ആകണം. ആദ്യം അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞ് ടാങ്സൻ അവളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവൾ കൂടുതലായിട്ട് നിർബന്ധിച്ചു കഴിയുമ്പോൾ ടാങ്സൻ അവസാനം അതിന് തയ്യാറാകുന്നു. അതിനുശേഷം ബായ്ചങ് അവിടുന്ന് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അകത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ഓടി വൂവിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാകട്ടെ വൂ എഴുന്നേറ്റിരിക്കുന്നു. ഇപ്പോഴും കോൺഷ്യസ്നെസ് തിരികെ കിട്ടാത്ത പഴയ വൂ തന്നെയാണ്. എഴുന്നേറ്റ് ഉടനെ തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ എടുത്ത് കഴിക്കുകയാണ്. അത് ടാങ്സാനും കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ അവൻ അവന്റെ സ്പിരിച്വൽ സീലേക്ക് പോകുന്നു. എന്നാൽ വൂ ആകട്ടെ ടാങ്സാനെ കണ്ടു കഴിയുമ്പോൾ നീ ആരാണ്, ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നു. ടാങ്സൻ അപ്പോൾ ഒരുപാട് ആകുലതയോടെ നീ ഉറങ്ങാൻ പോവുകയാണെന്ന്, നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ നീ പറഞ്ഞത്, നിനക്ക് എന്നെ മനസ്സിലാകുന്നില്ലേ? എന്നാൽ അവൾ അത് പറ്റിക്കാൻ വേണ്ടി കാണിച്ചതായിരുന്നു. അത് കണ്ടു കഴിയുമ്പോൾ ടാങ്സാന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ടാങ്സൻ അവളോട് ശരിക്കും ദേഷ്യപ്പെടുന്നു. ഞാൻ നിന്നെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടിരിക്കുകയായിരുന്നു, എന്നിട്ട് നീ അതിന്റെ പേരിൽ എന്നെ കളിയാക്കുകയാണോ? ശേഷം മിണ്ടാതെ അവൻ തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോ പുറകിൽ നിന്ന് വന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വൂ എല്ലാത്തിനും ക്ഷമാപണം നടത്തുന്നു. അവനെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അവൻ ഒരിക്കലും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് കരുതി
കരുതിയിരുന്നില്ല എന്നൊക്കെ പറയുന്നു. ഉടനെ തന്നെ ടാങ്സാൻ ചിരിക്കുകയാണ്. അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ടാങ്സാൻ അങ്ങനെ ചെയ്തത്. അതിനുശേഷം അവർ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ബായ്ചെങ്ങും അവരുടെ കൂടെ വരികയാണ് എന്ന് അറിയുമ്പോൾ മാഹോങ്ജുൻ ഒരുപാട് സന്തോഷിക്കും എന്നൊക്കെയാണ് വോ പറയുന്നത്. കൂടാതെ വോവിനാണെങ്കിൽ പോകുന്ന സമയത്ത് കഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. വോവും ആ സ്ഥലത്തേക്ക് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ആ സ്ഥലം എങ്ങനെയാണെന്നൊക്കെ അവക്കും അറിയാൻ താല്പര്യമുണ്ട്. ടാങ്സാനും അതേ ആകാംക്ഷ തന്നെയാണ്. അടുത്ത ദിവസം ആകട്ടെ ടാങ്സാൻ ടൈറ്റന്റെയും ലുവോഗാവോയുടെയും അടുത്തേക്ക് പോകുന്നു. ടാങ്സാൻ പറഞ്ഞ ആയുധങ്ങളെല്ലാം തന്നെ അവർ ഉണ്ടാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ. അത് കണ്ടു കഴിയുമ്പോൾ ടാങ്സാന് ഒരുപാട് ഇഷ്ടമാകുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുണ്ട് എന്ന് ടാങ്സാൻ പറയുന്നു. ലുവോഗാവോ ആകട്ടെ, നീ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോം പിയർ ബ്ലോസം നീഡിൽസ് ഉണ്ടാക്കാനുള്ള ആളെയാണ് കാണേണ്ടത്. ഞാൻ അത് ഉണ്ടാക്കാനുള്ള ആവേശത്തിലാണ്. എന്നാണ് നമ്മൾ അയാളെ കാണാൻ പോകുന്നത്? ടാങ്സാൻ പറയുകയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വരൂ, നമുക്ക് ഹോത്തിയാൻ സെക്റ്റിലേക്ക് പോകാം. കൂടെ വൂവിനെയും കൂട്ടുന്നുണ്ട്. ആ സ്ഥലമൊക്കെ കണ്ടു കഴിയുമ്പോൾ ലുവോഗാവോ ശരിക്കും അത്ഭുതപ്പെടുന്നു. അവരവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ താങ്ലോങ്ങും കൂട്ടരും അങ്ങോട്ട് വരുന്നു. ടാങ്സാനെ കണ്ടു കഴിയുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷെ അവന്റെ കൂടെയുള്ള ആളുകളെ കണ്ടു കഴിയുമ്പോഴാണ് സാഡ് ആകുന്നത്. കാരണം പുറത്തു നിന്നുള്ള ആരെയും അങ്ങോട്ട് കയറാൻ ഹോത്തിയാൻ സെക്റ്റ് അനുവദിക്കില്ല. ടാങ്സാനോട് ആ നിയമത്തെ കുറിച്ച് അറിയില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. അല്പം ദേഷ്യത്തോടെ തന്നെയാണ് ചോദിക്കുന്നത്. ടാങ്സാൻ അപ്പോൾ, ആ നിയമം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ചീഫിന്റെ അനുമതിക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. ഉടനെ തന്നെ അകത്തു നിന്ന് ടാങ്സാന്റെ അങ്കിളായിട്ടുള്ള ചീഫ് അനുവാദം കൊടുക്കുന്നു. ടാങ്സാന് നമ്മുടെ നിയമങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നു. ശേഷം താങ്ലോങ്ങിനോടാകട്ടെ ടാങ്സാൻ വന്ന കാര്യം എൽഡേഴ്സിനെ അറിയിക്കാൻ പറയുന്നു. ശേഷം എൽഡേഴ്സിനെയും എല്ലാവരെയും അവൻ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ആദ്യം തന്റെ പ്രിയതമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൂവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ടാങ്സാന്റെ ആന്റി വൂവിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ടാങ്സാൻ പക്ഷേ അത് ലോങ് സ്റ്റോറിയാണ്, പിന്നീട് പറയാമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഗോഡ് ഓഫ് അയൺ സ്മിത്തിൽ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലുവോഗാവോയെ പരിചയപ്പെടുത്തുന്നു. ചീഫായിട്ടുള്ള ടാങ്സാന്റെ അങ്കിളും ലുവോഗാവയെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് സ്മിത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ലുവോഗാവയെ പറ്റി കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, താനിപ്പോൾ താങ്ക്ലാന്റെ അംഗമാണ് എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ടാങ്സാന്റെ അങ്കിൾ ചോദിക്കുകയാണ്, താങ്ക്ലാനോ? താങ്ക്ലാനെ പറ്റിയൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. ടാങ്സാൻ അപ്പോൾ, ഞാനാണ് താങ്ക്ലാൻ സ്ഥാപിച്ചതെന്ന് പറയുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.